BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. CPMന്റെ പതനത്തിന്റെ കാരണത്തെ സംബന്ധിച്ച് നിരവധി വാദങ്ങളുണ്ടായിരുന്നു. ഭരണവിരുദ്ധത മുതൽ സ്വർണ്ണക്കൊള്ള വരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ ഇപ്പോൾ തീർത്തും വ്യത്യസ്തമായ മറ്റൊരു വിലയിരുത്തലാണ് ഉയർന്നുവരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ പ്രകടനത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കാര്യമായി ബാധിച്ചില്ല എന്നും, എന്നാൽ അതേസമയം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ UP മുഖ്യമന്ത്രിയായ BJPയുടെ യോഗി ആദിത്യനാഥിന്റെ കത്ത് പ്രാധാന്യത്തോടെ വായിച്ചത് രാഷ്ട്രീയമായി തിരിച്ചടിയായെന്നുമാണ് CPM കോട്ടയം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന വിമർശനം. അയ്യപ്പ സംഗമം നടന്നപ്പോൾ കത്ത് വായിച്ച ദേവസ്വം മന്ത്രി VN വാസവൻ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് വിമർശനം ഉയർന്നത്. CPM BJP അന്തർധാര എന്ന പ്രചരണത്തിന് ഇത് ശക്തി പകർന്നു. യോഗി ആദിത്യനാഥ് നേരിട്ടെത്തി പ്രസംഗിച്ചിരുന്നുവെങ്കിൽ പോലും ഇത്രയും തിരിച്ചടി ഉണ്ടാകില്ലായിരുന്നുവെന്നും അഭിപ്രായം ഉയർന്നു വന്നു. സംസ്ഥാന അതിഥിയായി ഒരു മുഖ്യമന്ത്രി എത്തുന്നതിൽ കവിഞ്ഞ പ്രാധാന്യം അതിന് ഉണ്ടാകുമായിരുന്നില്ല എന്നായിരുന്നു മറ്റൊരു വിമർശനം. തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കോട്ടം സംഭവിച്ചുവെന്നും യോഗം വിലയിരുത്തുന്നുണ്ട്. ലോക്കൽ ഏരിയ സെക്രട്ടറിമാരിൽ മത്സരിക്കേണ്ട എന്ന തീരുമാനം പല സ്ഥലത്തും പാലിച്ചതുമില്ല. നേതാക്കൾക്ക് പാർലമെന്ററി വ്യാമോഹം വർദ്ധിച്ചു. ഇത് ക്ഷീണവുമുണ്ടാക്കി. ചില സ്ഥലങ്ങളിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള നീക്കം പാളുകയും ചെയ്തു. ഇങ്ങനെ മത്സരിച്ച ഭൂരിഭാഗം പേരും തോൽക്കുകയും ചെയ്തു. സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച പാർട്ടി അംഗങ്ങളോട് വിശദീകരണം തേടുമെന്നും വിവിധ മേഖലകളിൽ പ്രശസ്തരായ പൊതു സ്വതന്ത്രരെ മത്സരിപ്പിക്കുന്ന രീതിയിലും വീഴ്ചയുണ്ടായതായും വിലയിരുത്തലുണ്ട്. ഇതും തിരിച്ചടി തന്നെയായാണ് പാർട്ടി കണക്കാക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാത്തതാണ് അവിടെ ഭൂരിഭാഗം എണ്ണത്തിലും ഭരണം നഷ്ടപ്പെടുത്തിയത്. ഭരണമുണ്ടായ പഞ്ചായത്തുകളിൽ അത് നഷ്ടമായത് ഭരണത്തിലെ പ്രശ്നങ്ങളാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നും, തെരഞ്ഞെടുപ്പിൽ ഗുണകരമല്ലാത്ത പ്രവർത്തനങ്ങൾ പാർട്ടി അംഗങ്ങളിൽ നിന്നുണ്ടായി എന്നും വിമർശനമുയർന്നു. താഴെത്തട്ട് വരെ പഠനം നടത്തിക്കൊണ്ട് ജില്ലാ കമ്മിറ്റി ക്രോഡീകരിക്കുന്ന റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകും. ഇവിടെ ചർച്ച ചെയ്ത് തിരികെ നൽകുന്ന റിപ്പോർട്ടിൽ നൽകുന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പങ്കെടുക്കുകയും ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പോഴുള്ള വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. അയ്യപ്പ സംഗമത്തിന് അതിന്റെ ലക്ഷ്യം നിറവേറ്റാൻ കഴിയട്ടെ എന്നാണ് യോഗി ആദിത്യനാഥ് ആശംസ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെയും BLMന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.